ഹലോ, അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് ബ്രേക്ക് വെച്ചേട്ടാ ഈ വീഡിയോ ഇട്ടിട്ട് അതിടാന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞായിട്ട് വീടിൻ്റെ പാലേസിൻ്റെ തലേ ദിവസമാണേ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴ. അങ്ങനെ ഭാഗ്യത്തിന് നമ്മൾ പാലത്തിൻ്റെ അടിയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കോട്ടൊക്കെ ഇട്ട് എൻ്റെ കോട്ട ആണെങ്കിൽ ഇരിക്കണമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ദേഷ്യവും വരുന്നു ചിരിയും വരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയും മാമിയും അപ്പുറത്താണ് കുടുങ്ങി പോയത്. അങ്ങനെ നമ്മൾ അവരെടുത്ത് പോയി. ഒരു പെൻഗിൻ നടന്നു വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. അപ്പം ഇടയ്ക്ക് വെച്ച് പെട്രോൾ ആയിട്ടോ തീർന്നാലോ എന്ന് പേടിച്ച് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ അവിടെ എത്തി. ആദ്യം തന്നെ തങ്കച്ചേച്ചിയും കുഞ്ഞൊക്കെ കണ്ടേട്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഈ ഒരു കുഞ്ഞു വഴി കൂടിയാണ് പോകേണ്ടത്. അക്കുവാണെങ്കിൽ നടക്കണില്ല, ബാക്കി നമ്മളെല്ലാവരും അവൻ്റെ പിറകെയാണ്. അവൻ സ്ലോ മോഷനിലാണ് നടന്ന് പോകണത്. നമ്മൾ പറയുന്നത് അക്കു നമ്മൾ ഫ്രണ്ടിൽ പോട്ടാ, അവൻ വേണ്ട ഞാൻ പോവാം. അങ്ങനെ പതുക്കെ പതുക്കെ അവസാനം എത്തി. ഇതാണ് വീട്. ഇതിപ്പോൾ അവർ താമസിക്കുന്ന വീടാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ദൂരെയുള്ള പുതിയ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ കയറി. അപ്പോഴത്തേനെ കുഞ്ഞൂസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പരാതി പറയുകയാണ്. അങ്ങനെ പിന്നെ കുഞ്ഞെ കണ്ട് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ആളാകെ സുന്ദരമായിട്ട് നിൽക്കുകയാണ്. നാളെ പാല് വെച്ചില്ല, പിന്നെ തുണി മഴയൊക്കെയല്ല, തുണി ഒന്നും ഉണങ്ങില്ല. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുവാണ്. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ? അറിയാത്തോലെ നിൽക്കുകയാണ് ഗൈസ്, പക്ഷെ എല്ലാം അറിയാം. എൻ്റെ വീട്ടിലുള്ളവർ ബാക്കി എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ വരാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആദ്യം കൊച്ചു പിള്ളേരൊക്കെ പിടിച്ചെടുത്ത് കഴിക്കാൻ കൊടുത്തിട്ട് അവർ കളിക്കാൻ പറഞ്ഞു വെച്ച്. അതൊരു കുഞ്ഞു കുട്ടിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടില്ലേ, അതെൻ്റെ സിസ്റ്റർ. അതിനുശേഷം കളിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഒരു ട്രെയിനിന് വേണ്ടി അടിയാണ്. അതിൻ്റെ ബാക്കിയാണ് അത് ഇവിടെ കാണുന്നത്. ഒരാളെടുക്കുന്ന സാധനം മറ്റാക്ക് വേണം, അതിൻ്റെ ബാക്കിയാണ് ഇത്. ഒരാളവിടെ സീരിയസ് ആയിട്ട് കരയുന്ന, മറ്റാൾക്കാണെങ്കിൽ അവിടെ കോമഡി, മറ്റേ ആളാണെങ്കിൽ എന്താണ് നടക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസാണ്. അവിടെ കരഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് കരഞ്ഞ അവരെ കണ്ണീരൊക്കെ അങ്ങ് തുടയ്ക്കുവാണ്. ബാക്കിൽ നിന്ന് അവനാണെങ്കിൽ അവൻ വീട് വെക്കുകയാണ്, വീട് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വീടിൻ്റെ ഉദ്ഘാടനത്തിന് പോവുകയാണ്. എന്തെല്ലാം ബിസിയാണ് ഗൈസ്. ഒരാൾ സമാധാനപ്പെടുത്തുമ്പോൾ അടുത്ത ആൾ പിണങ്ങും, അടുത്ത ആൾ പിണങ്ങുമ്പോൾ മറ്റേ ആൾ സമാധാനമാവും. ഭയങ്കര ഇത്രയും ആൾക്കാരുള്ളതാണ് ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ഇടപെടാൻ പോവാറില്ല. അതെല്ലാം എൻ്റെ അനിയത്തിയുടെ ഏരിയയാണ്. അങ്ങനെ പിന്നെ നമ്മളിൻ്റെ പുതിയ വീട്ടിലോട്ട് പോകണം. അതുകൊണ്ട് എല്ലാം കളിച്ച സാധനങ്ങളൊക്കെ തിരിച്ചെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പോയപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ചർച്ചയാണ് എന്തൊക്കെയോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്ന് റോഡിലോട്ട് വന്നു. അങ്ങനെ ഇതാണ് പുതിയ വീട്. ഞാനാണെങ്കിൽ മാറ്റി മാറ്റി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്നവർക്ക് അകത്ത് കയറാൻ വയ്യ, അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിച്ചിട്ട് കയറിയത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങോട്ട്. സ്ഥലം വാങ്ങിച്ചത് ഒന്നും ഞാൻ കണ്ടില്ല, ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിട്ടോ കാണാൻ വേണ്ടി. ഇനി എല്ലാം ഒതുക്കി എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്കും കുറേ കൂടെ കിടിലുമായിരിക്കും. അങ്ങനെ ഫസ്റ്റ് കിച്ചണാണ് ഇത് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അമ്മ പോയി എല്ലാം അങ്ങ് തുറന്ന് നോക്കുവാണ്. അച്ഛനെ വിളിക്കുന്ന സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ, അവരുടെ ഒരു ലീഡറാണ് അവൾ, അതുകൊണ്ടാണ് അവളെ വിളിക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാ സ്ഥലവും കയറി കാണാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മുകളിലോട്ട് പോയപ്പോൾ അവിടെ ഫുള്ള് വെള്ളം, നോക്കിയപ്പോൾ എന്തൊക്കെയോ കളറൊക്കെ. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൂമിലാണെങ്കിൽ AC-യും അതേപോലെ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്തോട്ടൊക്കെ വന്ന് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒന്നും തോർന്നത്. അങ്ങനെ കൊച്ചിനെ നോക്കിയപ്പോൾ കൊച്ചിച്ച് അവിടെ നിന്ന് ആയിരിക്കും ഫോൺ വെച്ച് ഭയങ്കര ബിസി. അങ്ങനെ എന്നിട്ട് ഓരോരുത്തർ നോക്കിയപ്പോൾ അക്കുത കയ്യിൽ കിട്ടി എന്തോ എടുത്ത് കാലിലൊക്കെ ഇട്ടിട്ട് അവ അതാ തറയെ കളഞ്ഞ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാഷ് ബേസിൻ്റെ ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ലൈറ്റ് എന്തോ കത്തണില്ല. അടുത്ത ദിവസം ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അതിനുശേഷമൊക്കെ എല്ലാവരും വീണ്ടും വരുവരായിട്ട് മുകളിൽ പോകണം. പിന്നെ ഇറങ്ങി ഞാൻ വീണ്ടും കയറി. ഈ റൂമിൽ എനിക്ക് നേരത്തെ കയറാൻ പറ്റില്ല. നേരത്തെ ഞാൻ വന്ന് തുറന്നപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ അടച്ചിട്ട് ഞാൻ തിരിച്ചു പോയാണ്ട് ഇപ്പം കയറി. അക്കുനെ നോക്കിയപ്പോൾ അവൻ നടക്കുന്നുമില്ല, നിലത്ത് നിൽക്കണില്ല. എനിക്ക് എന്തെന്ന് വെച്ചാൽ അവന് കാല് വെള്ളത്തിൽ തട്ടാൻ പാടില്ല. അവനാണെങ്കിൽ അവിടെ ഈ കട്ടലുണ്ടല്ലോ അതിലൊക്കെയാണ് കയറി നിൽക്കുന്നത്. വെള്ളത്തിൽ അവന് നിൽക്കാൻ വയ്യ. പിന്നെ പറയണം അമ്മ എടമ്മ എന്നൊക്കെ സംഭവം. ആദ്യ കാരണം എന്താണ് ഇവ ഇങ്ങനെ പറയണതെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് നമുക്കത് മനസ്സിലായത്. അങ്ങനെ താഴെ പിന്നെ വന്നപ്പോഴത്തേക്കും ഫുൾ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ വാങ്ങിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ടാർപ്പയും എല്ലാം സെറ്റാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട്. മഴ ഇനി വരരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ ചിരവയും ഓരോ സാധനം എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് അവരവിടെ പണി തുടങ്ങിയിട്ടുണ്ട്.
കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്ത് തറയിടുന്നു, എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ പറയുകയാണ്, എടാ വേണ്ടടാ മിണ്ടാതിരിക്കുക കേൾക്കുന്നില്ല. അക്കുവാണെങ്കിൽ അതാ ഓരോരുത്തർക്ക് ഓരോ പീസ് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. എടുത്തോ കഴിച്ചോ, എന്നിട്ട് തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവന് അത് ഫുള്ളാക്കി വെക്കണ്ടേ. പിന്നെ അതാ നോക്കിയപ്പോൾ ആവശ്യത്തെ ഉറപ്പൊക്കെ എടുത്തിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ നീതും അതാ പണപ്പെട്ടി ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് 1,00,000 രൂപ സേമിക്കാം, അതിന് എന്തോ ഒരു ബോക്സ് ഉണ്ടല്ലോ 500 അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി അതെടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നോക്കിയപ്പോൾ അക്കുതാ തലയിൽ കൂടെ ഒരു കവർ കൂട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഇവന് ശ്വാസം മുട്ടോ ഇല്ലേ എന്നാണ് ഒരു ഡൗട്ട്. പിന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ, താഴെ ഫുള്ള് ഫ്രീ ആണ്. ഞാൻ ആരും എടുത്ത് വെച്ചതും അല്ല, അവനായിട്ട് സ്വന്തമായിട്ട് എടുത്ത് വെക്കുവാണ്. തിരിച്ചെടുത്തിടാൻ പറഞ്ഞപ്പോൾ അവനതും വയ്യ, സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവൻ ബാക്കിലോട്ട് പോയിരിക്കുന്നത്. നോക്കണം, ഒറ്റ ഓട്ടം കണ്ടിട്ട് നോക്കുവാണ് ഞാൻ അടുത്ത് പോകുന്നുണ്ടാകുന്നത്. അതിനുശേഷം നോക്കിയപ്പോഴാണ് മാമിയും മോളും കൂടെ ബക്കറ്റ് വെച്ചോളാണ്. ബസ് കണ്ടുള്ള സന്തോഷം വേറെ ഒന്നുമല്ല, നമ്മളുടെ ആരും വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ബസ് പോകില്ല കേട്ടോ. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നപ്പോൾ ബസ് ഇങ്ങനെ പോകുന്നതാണ്. പൈസ ഇല്ല, ചായ തരുമോ? ഐസ്ക്രീമും ചായയും. പൈസ ഇല്ല, വിശക്കുന്നു. വീട് പാലേസിന് മുമ്പ് അവരെവിടെ കടയൊക്കെ തുടങ്ങി പൈസ ഉണ്ടായി തുടങ്ങിയിട്ടെ. പിന്നെ നോക്കിയപ്പോൾ അമ്മ അതാ കസേര വന്നിരിക്കുന്നു. അമ്മയ്ക്ക് കസേര ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നെ നോക്കിയപ്പോൾ അതാ ഒരു ബാഹുബലി ഇരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയില്ല, അവർക്ക് തന്നെ ജോലിയാണ്. പിന്നെ ചെയ്തിട്ട് ഓരോരോ ഹാപ്പിനെസ്. പിന്നെ എല്ലാം വെച്ചിട്ട് നമ്മൾ ഇനി വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. നമുക്ക് നേരത്തെ എത്തിയാലേ നമുക്ക് ഇനി റെഡിയൊക്കെ ആവേണ്ടി, ഡ്രസ്സ് എടുക്കണം, എല്ലാ സാധനമൊക്കെ എടുത്തിട്ടല്ലേ നമുക്ക് തിരിച്ച് ഇനി എല്ലാം കൂടെ കൊണ്ടല്ലേ വരാൻ. എന്നിട്ട് ഇത്രയും നേരം വൃത്തിക്കാരെന്ന് പറഞ്ഞിരുന്ന അക്കു അതാ തറയിൽ കിടക്കുന്ന സാധനം എല്ലാം വാരി എടുത്ത് എറിയുന്നു. ഇവനാണ് നേരത്തെ ആ വെള്ളത്തിൽ ചവിട്ടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഇമ്പ്രഷൻ ആ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ നശിപ്പിച്ചു. അതിനുശേഷം നോക്കിയപ്പോൾ അതാ വീണ്ടും ബസ് കേക്കോട്ടെ ബസ്. ഇതിൽ പോയാൽ മതി, കോളേജിൽ പോവാം. മാഡത്തിന് വീഡിയോയിൽ പറഞ്ഞോണ്ടല്ലോ കോല ശരിയല്ലെന്നുള്ള സങ്കടമാണ്. അപ്പോൾ നാളെ നമുക്കെല്ലാം ശരിയാക്കാം. അങ്ങനെ നേരെ കുഞ്ഞായിട്ട് പഴയ വീട്ടിലോട്ടാണേ പോകുന്നത്. കുറച്ച് മോഷണം നടത്തണം. മോഷണം കുഞ്ഞടുത്ത് അനുവാദവും ഇല്ല, ഒന്നുമില്ല. കുഞ്ഞന്തം വിട്ട് നിൽക്കുന്നു. അവന് ടീച്ചറിന്റെ അടുത്തുള്ള സ്നേഹം കണ്ടില്ല. അവന് പൂ ടീച്ചറിന് കൊടുക്കാൻ വേണം. പിന്നെ അവർ അത്തപ്പൂക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് വൈകുന്നേരം ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ മാല വാങ്ങിക്കാൻ കയറി. ഞാൻ വാങ്ങിക്കാൻ കയറി കിട്ടിയത് നീതുവിനാണ് കേട്ടോ. ഞാൻ എന്നിട്ട് കുറേ നേരം നോക്കി, എനിക്ക് പിന്നെ അവസാനം ഒന്നും കിട്ടിയില്ല. പിന്നെ ഒന്ന് കണ്ടത് ഭയങ്കര റേറ്റ്, നമുക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിക്കേണ്ടതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ച്. അതിന് ഷക്കു എടുത്തപ്പോൾ അതിൽ സാധനമില്ല. അങ്ങനെ കുറച്ച് വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതലൊന്നും നോക്കാൻ നിൽക്കുന്നില്ല. അതിനുശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് ചായ കുടിക്കണം. പിന്നെ നമ്മൾ ചായ കുടിക്കാണ്ട് പോകണം. അവർ വായിക്കപ്പെടുത്ത് നമ്മൾ പിന്നെ കൂടുതലൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്ക് പണി കിട്ടി. ഇനിയാണ് തുടക്കം. അങ്ങനെ വണ്ടിക്ക് ആശുപത്രി കയറാൻ സമയം. അങ്ങനെ അത് പോയിട്ട് നമ്മൾ പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. പിന്നെ പൂവൊക്കെ വാങ്ങിയിട്ടോ. ആ മാമൻ എക്സ്ട്രാ ഒരു മുഴം കൂടെ തന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ വെക്കാൻ വേണ്ടി പൂ സെറ്റായി. പിന്നെ നമ്മളിൻ്റെ മണ്ടത്തും കൂടെ വന്നിട്ട് ടോപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ അതിൻ്റെ ഇതിൽ കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി കയറി. അമ്മ അവിടെ നിന്ന് വിളിക്കുന്നത്. അമ്മ വണ്ടി ഓണാക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് വണ്ടി ഓഫാക്കിയാൽ പിന്നെ ഓണാക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് ത്രെഡ് ചെയ്യാൻ പോയി. തുടങ്ങി ഇതാണ് പുതിയ തരത്തിലുള്ള ഡാൻസ്. ഇതിന്റെ ഒരു വേറെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാവേ. സൂപ്പറാ. ഇവിടെ പേര് എന്തെങ്കിലും താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടി പണിയൊന്നുകൊണ്ടാണ് ഇത്രയും താമസം. നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് പറയണ്ട. അപ്പോൾ അത്രയൊക്കെ ബൈ.